ഇല്ല, അങ്ങനെയൊന്നും നമ്മൾ ഇതിനെ എടുക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ബേസിക്കലി ഒരു ഇമോഷണൽ സ്റ്റോറിയാണ്, ഒരു ഫാദർ സൺ ഇമോഷണൽ സ്റ്റോറി. നമുക്ക് ഫാമിലി ആയിട്ട് വന്നിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഇമോഷണൽ സ്റ്റോറി. അതിനപ്പുറം നമ്മൾ ഇതിനകത്തൊന്നും പറയുന്നില്ല. രാഷ്ട്രീയം ഇതിൻ്റെ ഒരു പശ്ചാത്തലമാണ്. നല്ല ക്വാളിറ്റിയുള്ള ഒരു സിനിമ എടുക്കാൻ വേണ്ടി എല്ലാവരും പരിശ്രമിച്ചിട്ടുണ്ട്. സാറാണെങ്കിലും ഇതിൻ്റെ ടെക്നിക്കൽ ടീമാണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും എല്ലാവരും ഒരുമിച്ച് സഹകരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേറൊരു സിനിമയായിട്ടുള്ളൊരു അതേപോലെ ഒരു പടമൊന്നുമല്ല. ഇതൊരു ചെറിയ ഇമോഷണൽ സിനിമ എന്ന് ചിന്തിച്ചാൽ മതി. അച്ഛനും മകനും റിലേഷൻഷിപ്പുള്ളൊരു ഇമോഷണൽ സിനിമ. ഉണ്ണികൃഷ്ണൻ സാർ, ചേട്ടൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, നിവിൻ ചേട്ടൻ പറയും പലപ്പോഴും എന്തോ ഇഷ്ടമാണ് ആളുകൾക്ക് എന്നെ എന്നുള്ള ഡയലോഗൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ കമ്പാരിസണുകളെ പറ്റി അവെയർ ആണോ? അങ്ങനെ ഒരു ട്രെയിറ്റ് എനിക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ഞാൻ വളരെ കാഷ്വലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ആളുകൾക്ക് വർക്ക് ആവുന്നുണ്ട് ലാലേട്ടനെ പോലെ. ആ ഒരു ഏരിയയെ പറ്റി ബോധവാനാണോ? അല്ല, അങ്ങനെ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പാടില്ലാത്ത ഒരു ഇതാണല്ലോ. കാരണം പുള്ളി ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ലാലേട്ടനാണ്, അതേപോലെ വേറൊരാളില്ല. ഞാൻ ബേസിക്കലി ആക്ടിങ് വളരെ കാഷ്വലായിട്ട് എടുക്കുന്ന ആളാണ്. അത് ഞാൻ തുടക്കമേ മുതൽ അങ്ങനെ ശീലിച്ചാണ്. ഞാനങ്ങനെ പഠിച്ച ആളൊന്നുമല്ല ആക്ടിങ് എന്താണെന്നുള്ളത്. ഞാൻ ചെയ്ത സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള ഡയറക്ടേഴ്സിൻ്റെ മെൻറ്റർ ചെയ്ത് അല്ലെങ്കിൽ അവരെനിക്ക് കാണിച്ചു തന്ന വഴികളിലൂടെ സഞ്ചരിച്ച് പോയ ഒരാളാണ്. അപ്പോൾ ഞാൻ ആ കാഷ്വൽ രീതിയിലാണ് ഇതിനെ എടുക്കാറ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ തുടങ്ങാൻ പോകുന്നു, അതിന് മുമ്പ് ഭയങ്കര പ്രിപ്പറേഷനോ അല്ലെങ്കിൽ തലേ ദിവസം ഇരുന്ന് ഡയലോഗ് പഠിക്കലോ അങ്ങനെയൊന്നും ഞാൻ ചെയ്യാറില്ല. ഞാൻ നേരെ സെറ്റിൽ പോകുന്നു, സ്ക്രിപ്റ്റ് വായിക്കുന്നു, എന്താണോ ശരിയെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ ചെയ്യുന്നു. അതിനെ കറക്റ്റ് ചെയ്യാൻ അവിടെ ഡയറക്ടറിനെന്ന് എനിക്കൊരു ബോധമുണ്ട്. അപ്പം ഞാൻ ചെയ്യുന്ന തെറ്റാണെങ്കിൽ ഡയറക്ടർ ഒന്ന് പറയും, നിവിൻ ഇതിങ്ങനെയല്ല, കുറച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റി ചെയ്യുമെന്ന് പറയും. അങ്ങനെ കുറച്ച് ദിവസം ഒരു ഡയറക്ടറായിട്ട് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്നും ഡയറക്ടർ എങ്ങനെയാണ് കഥാപാത്രത്തെ കാണുന്നതെന്ന് എനിക്ക് മനസ്സിലാവും. എനിക്ക് അത് രണ്ടും തമ്മിലൊരു ലൈൻ വരയ്ക്കാൻ പറ്റും. പിന്നെ ആ ലൈനിലൂടെ പോകാന്നുള്ളതാണ്. അത് ഫിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിന് അത്ര ടെൻഷൻ എടുക്കാറില്ല സത്യം പറയുകയാണെങ്കിൽ അഭിനയിക്കുന്ന സമയത്ത്. ഇതിനു മുമ്പേ ഒരു പൊളിറ്റിക്കൽ സിനാറിയോയിൽ ഒരു സിനിമ വന്ന സഖാവ് വന്നിട്ടുണ്ട്, പടവെട്ട് വന്നിട്ടുണ്ട്. സഖാവിൽ 2 ക്യാരക്ടേഴ്സ് ആയിരുന്നു. അത് രണ്ടും ഭയങ്കരമായ ഗ്രാഫിൽ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സ്. പടവെട്ടിലും വളരെ സീരിയസ് ടോണിലുള്ള ഒരു ക്യാരക്ടർ. അപ്പം ഇതിനു വേണ്ടി അല്ലെങ്കിൽ അതിന് എന്തോരം വ്യത്യസ്തമാണ് പ്രതിച്ഛായ എന്നുള്ളത് ഒരു കാര്യമുണ്ട്. 2, അതിനുവേണ്ടി ഒരു പേഴ്സണൽ എഫേർട്ട് എങ്ങനെ അതിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത്. ആ 2 സിനിമയായിട്ട് അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ല. സഖാവ് ഒരു വേറെ കഥ പറയുന്നൊരു സിനിമയാണ്. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു പടമാണ്. അതിൻ്റെ ക്യാരക്ടറൈസേഷൻ ആണെങ്കിലും അതിൻ്റെ കഥയാണെങ്കിലും അതിൻ്റെ സിറ്റുവേഷൻസൊക്കെ ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. പടവെട്ട് ഞാൻ വളരെ എൻജോയ് ചെയ്തൊരു സിനിമയാണ്. എനിക്ക് വർക്ക് ചെയ്യാൻ ഇനിയും താല്പര്യമുള്ള ഡയറക്ടേഴ്സിലൊരാളാണ് ലിജു. അതേപോലെ ഒരു പടമല്ല അത്, ഇതൊരു ഡിഫറെൻറ്റ് ഫിലിമാണ്. എൻജോയ് ചെയ്തു. അത് എന്തായാലും എല്ലാ സിനിമയും എൻജോയ് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഇതും എൻജോയ് ചെയ്തൊരു സിനിമയാണ്. എന്തായിരുന്നു രണ്ടാമത്തെ ക്വസ്റ്റ്യൻ? അത് തന്നെയായിരുന്നു. നിവിൻ ചേട്ടാ, കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിൽ ചേട്ടൻ പൊളിറ്റിക്കലായിട്ട് ചേട്ടനൊരു ഒപ്പീനിയൻ ഇല്ല എന്നുള്ള രീതിയിലൊരു അഭിപ്രായം പറയുന്നത് കേട്ടു. കാരണം ഒരു പ്രത്യേക ഒരു പൊളിറ്റിക്കൽ ഒപ്പീനിയൻ അത്തരത്തിലൊന്നും ശ്രദ്ധിക്കാറില്ല. അപ്പോൾ അജിത് ചേട്ടൻ കുറച്ചും കൂടി ആ ഒരു സാഹചര്യത്തെ കുറച്ചും കൂടി നന്നായിട്ട് പറഞ്ഞു. അതായത് പൊളിറ്റിക്കൽ പാർട്ടികളോട് താല്പര്യമില്ല എന്നാണ് നിവിൻ ഉദ്ദേശിച്ചത് എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പോൾ കമ്പാരിറ്റീവ്ലി ഇപ്പോൾ ഉള്ള യുവ നടന്മാരിൽ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കൽ സിനിമകൾ ചെയ്തിട്ടുള്ളത് നിവിൻ ചേട്ടനാണ്. ഇപ്പോൾ സഖാവായാലും പടവെട്ടായാലും ഇപ്പോൾ പ്രതിച്ഛായ. അപ്പോൾ പൊളിറ്റിക്കലായിട്ടൊരു അവയർനെസ് ഇല്ലാതെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ നമ്മൾ സംവിധായകരുടെയോ എഴുത്തുകാരുടെയോ കൈകളിലെ കളിപ്പാവുകൾ പോലെ ആവില്ലേ? അവർക്ക് പല കാര്യങ്ങളും നമ്മളിലൂടെ പറയാൻ പറ്റില്ലേ? അപ്പോൾ ഒരു അവയർനെസ് മസ്റ്റ് അല്ലേ? എനിക്ക് തോന്നുന്നു ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ നമുക്കത് മറികടക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു കളിപ്പാവയാവാൻ പറ്റില്ലല്ലോ. നമ്മൾ വാർത്തകളും കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. എനിക്ക് ബേസിക്കലി എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ സിനിമ, അതിലാണ് എൻ്റെ ഫുൾ ഫോക്കസ് ഉള്ളത്. ഒരു പാർട്ടിയോട് താല്പര്യക്കുറവോ അങ്ങനെയൊന്നുമില്ല. പല പാർട്ടിയിൽ പല കൂട്ടുകാരും പലരെ റെസ്പെക്ട് ചെയ്യുന്ന ഒരുപാട് പൊസിഷനിലിരിക്കുന്ന ആൾക്കാരുണ്ട്. അതെല്ലാം ഞാൻ റെസ്പെക്റ്റോടെ കാണുന്നു. പക്ഷെ ഞാൻ അതിലങ്ങനെ ഫോക്കസ് ചെയ്യുന്നില്ല. ഞാൻ സിനിമ അല്ലെങ്കിൽ ചെയ്തു പോവുക, ഫാമിലി, അങ്ങനത്തെ ഒരു ആ രീതിയിലാണ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് നടക്കുന്നതൊന്നും അറിയില്ല എന്നുള്ളതല്ല. നമുക്ക് എല്ലാവർക്കും ഒരു ദൈവാനുഗ്രഹിച്ച് ഒരു കോമൺ സെൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കുമ്പോൾ ഇതൊരു ഭയങ്കര പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്യുന്നൊരു സിനിമയാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാൻ പറ്റാറുണ്ട്. ഉണ്ണികൃഷ്ണൻ സാർ, ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമയുടെ ടൈറ്റിൽ പ്രതിച്ഛായ,
വളരെ മികച്ചൊരു ടൈറ്റിലാണ്, അതിന് അഭിനന്ദനങ്ങൾ. താങ്ക് യു. സാധാരണഗതിയിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ പ്രതിച്ഛായ ഭീതി ഏറ്റവും കൂടുതലുള്ളത് സിനിമാക്കാർക്കും പൊളിറ്റീഷ്യൻസിനുമാണ്. ഈ രണ്ട് പേരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രതിച്ഛായ ഭീതി ഉള്ളത്. അപ്പോൾ അത്തരത്തിലൊരു സാഹചര്യം കൂടി മുന്നിൽ കണ്ടിട്ടാണോ ഇങ്ങനെ ഒരു ടൈറ്റിൽ ഇട്ടത്? ഈ ടൈറ്റിലേക്ക് വന്നത് എങ്ങനെയാണ്? അല്ലേ, നമ്മുടെ ട്രെയിലറിലുണ്ടല്ലോ, ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് ട്രെയിലറിൽ ഒരു വാചകം പറയുന്നുണ്ട്. അപ്പോൾ പ്രതിച്ഛായ നിർമ്മിതികളെ കുറിച്ചിട്ടാണ് ഈ സിനിമ. രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ പ്രതിച്ഛായ നിർമ്മിതികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ടാണ് PR-ലും സൈബർ സ്പേസിലും ഒക്കെ ഇത്രയും കോടികൾ ഇപ്പോഴത്തെ ഇലക്ഷൻ സ്പെൻഡ് ചെയ്യുന്നത്, പണ്ടത്തെ നിന്ന് വ്യത്യസ്തമായിട്ട്. അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു ഇമേജ് കോൺസ്ട്രക്റ്റ് ആവശ്യമുണ്ട്. നിർമ്മിക്കപ്പെടുന്ന പ്രതിച്ഛായ വെച്ചിട്ടാണ് എല്ലാവരും ചെയ്യുന്നത്. അതിൻ്റെ ഗുണവും ദോഷവും ഉണ്ട്. ആ ഗുണദോഷങ്ങളെക്കുറിച്ച് കൂടിയാണ് ഈ സിനിമ. എന്ന് വെച്ചാൽ അതൊരു ടോൾ ക്ലെയിമൊന്നുമല്ല, അത് തീർച്ചയായിട്ടും ഒരു കുടുംബാന്തരീക്ഷത്തിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതൊന്ന് തൊട്ടുപോകുന്നുണ്ട്. അതെല്ലാം നിങ്ങളിനി മറ്റന്നാൾ കണ്ട് വിലയിരുത്തിയാൽ മതി. ഹരിശ്രീ ശോഭൻ സാർ.